തീജ്വാല കണക്കെ കത്തിപ്പടരുന്ന ആകാശത്തീച്ചുളയിൽ നിന്നും വമിക്കുന്ന തീഷ്ണസുരഭിര രശ്മികളെ, സവാപ്പോളയിലെ മണൽത്തരികളെ പുളകം കൊള്ളിച്ചുകൊണ്ട് വികാരവിക്ഷണ പ്രക്ഷുബ്ധരാക്കി സാമ്പാ നൃത്തച്ചുവടിന്റെ അകമ്പടിയോടെ കാനറിയൻ പക്ഷികൾ ബ്രസീലിയൻ ആകാശത്തിന്റെ വിരിമാറ് തുളച്ച് പറന്നിറങ്ങുകയായി. എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? പവൻകുമാർ, നിങ്ങൾ പറഞ്ഞ ഡിസൈൻ തന്നെയല്ലേ? ओके ओके। पवन, मैं थोड़ा टेक्स्ट किया तुमको, वो इस डिज़ाइन में डाल के अच्छा से करो। പവൻ അച്ഛാ സെ കറോ. നമുക്ക് ഫ്ലക്സിന്റെ പരിപാടി മാത്രമല്ല കേട്ടോ, കട്ടൗട്ടിന്റെ പരിപാടികളുണ്ട്. അതുണ്ട്. പിന്നെ പാടത്ത് പറമ്പിൽ പെരപ്പുറത്ത്, മലയിലും മുളയിലും മരക്കൊമ്പിലും മൊബൈൽ ടവറിൽ, പിന്നെ ഈ സ്വാഭാവിക നീരൊഴുക്ക് തടയാത്ത രീതിയിൽ പുഴയിൽ, കായലിൽ, കടലിൽ, കുളത്തിൽ ഒഴുക്കുക. അല്ല, അത് ഞാൻ എൻ്റെ ഒഴുക്കിനോട് പറഞ്ഞോളൂ. ഇപ്പൊ തന്നെ കോഴിക്കോട് വന്നു കണ്ടില്ലേ? അത് നിങ്ങളാ? അത് നമ്മളല്ല, നമ്മളും അങ്ങനെ ചെയ്തു പറയായിരുന്നു. പിന്നെ ഫിഫ അംഗീകരിച്ച കേരളത്തിൽ ഒരേ ഒരു ഫ്ലക്സ് പ്രിന്റ് സ്ഥാപനമാണുള്ളത്. നിങ്ങൾക്ക് ഏത് കട്ടൗട്ടാ വേണ്ടത്? ആലിസൺ, നെയ്മർ, സിൽവ, ആന്റണി? നമുക്ക് ഫ്ലക്സ് മാത്രം മതി. ഒരു ഫ്ലക്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്ലാനാണ് വേണ്ടി വരിക? ഇതിൽ പ്ലാൻ ഉണ്ടോ? പിന്നെ പ്ലാൻ എ, ഫ്ലക്സ് ഞങ്ങൾ അടിക്കുന്നു, നിങ്ങൾ കൊണ്ടുപോയി കിട്ടുന്നു. പ്ലാൻ ബി, ഫ്ലക്സ് ഞങ്ങൾ അടിക്കുന്നു, നിങ്ങൾ പറയുന്നിടത്ത് ഞങ്ങൾ കിട്ടുന്നു. പ്ലാൻ സി, അടിക്കുന്നു, കെട്ടുന്നു, കൊട്ടുന്നു, ചെറിയൊരു നാസിഡോളെ. പ്ലാൻ ഡി, അടിക്കുന്നു, കെട്ടുന്നു, കൊട്ടുന്നു, പൊട്ടുന്നു, ചെറിയൊരു വെടിക്കെട്ട്. പ്ലാൻ ഇ. മതി മതി മതി, നമുക്ക് രണ്ടാമത് പറഞ്ഞ പ്ലാൻ മാത്രം മതി. നിങ്ങളൊന്ന് കെട്ടണത്. ഓക്കെ. നാളെ അവന്മാർ കണി കാണുന്നത് നമ്മുടെ ഫ്ലെക്സ് കണ്ടിട്ടായി. സുരേഷൻ്റെ കടയുടെ സ്ഥലമുണ്ട്, അവിടെ അങ്ങനെ നിൽക്കുക. സ്പിരിറ്റ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാൽ പിന്നെ നിങ്ങൾ കേട്ടോ, ഞാൻ ഒന്ന് പോയി കിടന്നുറങ്ങട്ടെ. തിരക്കാണ്, ഷെഡി മറം വരെ എനിക്ക് നേരം കിട്ടിയിട്ടില്ലേ. അപ്പൊ ഇത് പാവനും ചകനും നോക്കിക്കോളും. ഫിഫയ്ക്ക് വരെ ഫ്ലക്സ് അടിച്ചിട്ടുള്ള ടീമല്ലേ? പവൻകുമാർ, മൊത്തം 4 ക്ലൈന്റ്, 5 ഫ്ലക്സ് വീതം, 7 മണിക്ക് മുമ്പ് ഫുൾ ഫിക്സ് कर दो, ठीक है? ഇതെന്താ ഫുട്ബോൾ സീസണായിട്ട് ക്രിക്കറ്റാണോ കളി? എവിടെ കളി? കളിയൊക്കെ പഠിപ്പിച്ചാടാ. ഇറങ്ങി പോടാ. ഇത് കണ്ണടിച്ച് പൊളിക്കണോ മുട്ടതല. മരിച്ചാലും നാരായണേട്ടൻ കളിക്കില്ലേ? ഈ കാനറി എന്ന് പറഞ്ഞാൽ എന്താണെന്നെ സംശയം. അല്ല വീട്ടുപേരാവൂലേ? ഏയ്, വീട്ടുപേര് അങ്ങനെ അല്ലല്ലോ. അതൊക്കെ എന്തെങ്കിലും ഫാഷനാവൂടോ.
ഇതുപോലെ ഒരെണ്ണം അടിച്ചു വെച്ചിട്ട് വേണം എനിക്ക് കണ്ണടയ്ക്കാൻ. ഞാൻ ചത്താൽ നീ വന്ന് കെട്ടില്ല ഇതുപോലെ? പിന്നല്ലേ. തീജ്വാല കണക്കെ കത്തിപ്പടരുന്ന ആകാശത്തീച്ചുളയിൽ നിന്നും വമിക്കുന്ന തീഷ്ണസ്വരരശ്മികൾ സവോളകിലെ മണൽത്തരികളെ പുളകം കൊള്ളിച്ചുകൊള്ളി വികാര വിച്ഛന്ന പ്രക്ഷുബ്ധര സാമ്പാ നൃത്തച്ചുവടിന്റെ കമ്പടിയുടെ കനറിയൻ പക്ഷികൾ ബ്രസീലിയൻ ആകാശത്തിന്റെ വിരിമാറും പറന്നിറങ്ങുകയാണ്. നിങ്ങൾ എന്തിട്ടാടാ ബ്രസീലുകാർക്ക് വെച്ചു കൊടുത്താണ്? മരന്നെ രാവിലെ തൊട്ടിട്ട് ഓടിക്കടാ. ആദരാഞ്ജലികളാ. അർജന്റീനക്ക് നിനക്കൊക്കെ ഇന്നലെ വൈകുന്നേരം എനിക്ക് ഇതൊന്നും അയച്ചു തരായിരുന്നില്ലേ? वैनर नहीं बुलाएगा मैं कितना टाइम तुमको फोन करेगा तू नहीं उठाएगा मोलाली मैं मोलाली പവൻ ഞാൻ ഉറങ്ങിപ്പോയടാ. എടാ നിങ്ങൾ എവിടൊക്കെ വെച്ചടാ? Molanto Center, Vatani Center, Valpai Center, Vadiam Center, Kolkun Center now. पेड़िया सेंटर Oh, Penanga Center. Malale, वो तो आ गया नीला टीम है ना. അർജന്റീനയാ? हाँ. അവിടുന്ന് എടാ ഓടിക്കോളാം മണ്ടന്മാർ നോക്കിക്കണ്ട്. എടാ ഒന്ന് വാടാ ഓടടാ. ഞങ്ങൾക്ക് മലയാളം അറിയത്തില്ലല്ലോ. മലയാളം ഞങ്ങൾ എന്തിനാ ഓടുന്നത്? മലയാളി ഓടിക്കോ അല്ലെങ്കിൽ ഒരു തല്ലു. മലയാളി മണ്ടനാണ്. ഈശ്വര, വായനശാല ഉദ്ഘാടനം, മന്ത്രി. ഇത് പവന് ജഗൻ നോക്കിയോളൂ. ഫിഫയ്ക്ക് വരെ ഫ്ലക്സ് അടിച്ചിട്ടുള്ള ടീമല്ലേ? Molanto Center, Vatani Center, Valpai Center, Vadiam Center, Kolkun Center. Oh, Penanga Center. മലയാളി ഓടിക്കോ അല്ലെങ്കിൽ ഒരു തല്ലു.